നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുകയാണ്. ഇന്ത്യയിലെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തെ മൂന്നാമത്തെ സമ്പദ് ശക്തിയായി വളർന്നിരിക്കുകയാണ്. കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയെ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ചു. ജനങ്ങൾ പട്ടിണിയിലേക്ക് വന്നൊരു കാലമുണ്ടായിരുന്നു. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് കീഴിൽ കടുത്ത അടിയന്തരാവസ്ഥ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പിന്നീടാകട്ടെ BJP മാറി വന്ന സർക്കാരുകൾ 2013 BJP അധികാരത്തിൽ എത്തിയതോടുകൂടി തന്നെ മോദിയുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമായി എത്തപ്പെട്ടു. അതുപോലെ പടിപടിയായി വളരാൻ തുടങ്ങി. ഇന്ന് ഏതൊരു മേഖല എടുത്തു നോക്കിയാലും സമ്പദ് വ്യവസ്ഥയിൽ വൻ കുതിച്ചുചാട്ടമാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും പാവങ്ങളുടെ നേതാവായി തന്നെ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികളാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തതും. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ തന്നെ നിരവധി പദ്ധതികൾ മോദി സർക്കാർ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യം ഡിജിറ്റൽ ഇന്ത്യയായി മുന്നേറുകയാണ്. മോദിയുടെ ഭരണത്തിന് കീഴിൽ ദാരിദ്ര്യം വിട്ടകലുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതും. ഇന്ത്യയിലെ ദാരിദ്ര്യം വേഗത്തിൽ കുറഞ്ഞു തുടങ്ങിയത് മോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ് എന്ന് കണ്ണും പൂട്ടിയും പറയാൻ സാധിക്കും. 2005-2006 ദാരിദ്ര്യം 55.1% 2019, 2021-23 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ 16.4% തന്നെ കുറഞ്ഞുവെന്നും ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സൂചികകൾ കൃത്യമായ കുറവ് അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2030 തന്നെ ദാരിദ്ര്യം ഇപ്പോഴുള്ളതിനേക്കാൾ പകുതിയിലേറെ കുറവായിരിക്കും എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ എത്തിയതിനു ശേഷം വളരെ വേഗത്തിൽ തന്നെ കുതിച്ചു മുന്നേറുകയും ചെയ്യുന്നുണ്ട്. 2030 തന്നെ ദാരിദ്ര്യം തുടച്ചു നീക്കും. അതിലേക്കുള്ള കുതിച്ചുചാട്ടം തന്നെയാണ് 2025 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയിരിക്കുന്നതും. ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞത് തെക്കൻ ഏഷ്യയിലെ ദാരിദ്ര്യം വലിയ തോതിൽ കുറയാൻ ഇടയാക്കിയെന്നും 221 വരെ ലോകത്തെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം തെക്കൻ ഏഷ്യയിലാണെന്നായിരുന്നു കണക്കുകൾ സൂചിപ്പിച്ചത്. ഇന്ന് തെക്കൻ ഏഷ്യയിലെ ദാരിദ്ര്യം 38.5 കോടി മാത്രമാണ്. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് 57.9 കോടിയാണ്. അതായത് 111 വികസ്വര രാജ്യങ്ങളായി 610 കോടി ജനങ്ങൾ ഉള്ളതിൽ തന്നെ 19.1% അഥവാ 120 കോടി പേർ തികഞ്ഞ ദാരിദ്ര്യത്തിലാണ് എന്നതായിരുന്നു കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത്. ജനസംഖ്യയിൽ ലോകത്തെ രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യക്ക് പട്ടിണി പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഠിനാധ്വാനം വേണ്ടിവരുമായിരുന്നു എന്നതായിരുന്നു പഠനങ്ങൾ സൂചിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പ്രഭാവത്തിൽ തന്നെ നിഷ്പ്രയാസം ഈ ഒരു കണക്കിൽ നിന്നും നമുക്ക് അതിവേഗം തന്നെ പുറത്തു കടക്കാൻ സാധിച്ചു എന്നതും മറ്റൊരു വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദരിദ്രരുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറി. അതേസമയം തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിന്ന് ഐക്യത്തോടു കൂടി തന്നെ പാർലമെന്റിൽ പ്രതിപാദിക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വർഷകാല സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കേണ്ട ഒന്ന് തന്നെയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ ഓരോ രീതിയിലും ശബ്ദം ഉയരേണ്ട സമയമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അജണ്ട കാണുവാനും എന്നാൽ രാജ്യസുരക്ഷയിൽ ഒന്നിച്ചു നിൽക്കണം. വികസനത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. പാർലമെന്റിൽ ക്രിയാത്മകമായ ചർച്ചകൾ നടക്കട്ടെ എന്നും അതുപോലെ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കാൾ വലുത് രാജ്യ താല്പര്യങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടതെന്നും പ്രധാനമന്ത്രി അടിവരയിട്ട് പറഞ്ഞു. അതുപോലെ പഹൽഗാമിലെ കൂട്ടക്കൊല ലോകത്തെ സ്തംഭിപ്പിച്ചു. രാജ്യത്തിന്റെ സൈനിക ശക്തി വെളിപ്പെട്ട സമയമാണിതെന്നും അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ 100% നമുക്ക് നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത്. തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയും പാക് തീവ്രവാദ ശക്തിയും സൗകര്യങ്ങളും നമുക്ക് തകർത്തു കളയാൻ സാധിച്ചു. സൈനിക ശക്തിക്ക് പ്രോത്സാഹനം നൽകണമെന്നും അതുപോലെ കൂടുതൽ ശാക്തീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനായുള്ള ഗവേഷണ പരിപാടികളും അതെല്ലാം തന്നെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സൈനിക ശക്തി ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ തീവ്രവാദ ശക്തി നമ്മൾ തകർക്കുകയും അതുപോലെ തന്നെ ഒരു നക്സൽ മുക്ത ഇന്ത്യയെ തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.